+1 ഫിസിക്സ് 5th ചാപ്റ്റർ വർക്ക് എനർജി പവർ തേർഡ് പാർട്ടാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. എക്സാമിന് എപ്പോഴും ചോദിക്കാറുള്ള ഒരു ടൈപ്പ് ക്വസ്റ്റ്യനാണ് ടൈപ്സ് ഓഫ് ഫോഴ്സ്. കൺസർവേറ്റീവ് ഫോഴ്സും നോൺ കൺസർവേറ്റീവ് ഫോഴ്സും കമ്പയർ ചെയ്യാനൊക്കെ എപ്പോഴും ചോദിക്കാറുള്ളതാണ്. അപ്പോൾ നമുക്ക് എന്താണ് കൺസർവേറ്റീവ് ഫോഴ്സ്, നോൺ കൺസർവേറ്റീവ് ഫോഴ്സിൻ്റെ എക്സാമ്പിൾസ് ആദ്യം എന്താണെന്ന് നോക്കാം. ഗ്രാവിറ്റേഷൻ ഫോഴ്സ്, സ്പ്രിംഗ് ഫോഴ്സ്, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്, ഇതാണ് കൺസർവേറ്റീവ് ഫോഴ്സിൻ്റെ എക്സാമ്പിൾസ്. ഗ്രാവിറ്റേഷൻ ഫോഴ്സ് നമുക്കറിയാം. സ്പ്രിംഗ് ഫോഴ്സ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ പാർട്ടിൽ ഡിസ്കസ് ചെയ്തായിരുന്നു. ഒരു സ്പ്രിങ് അല്ല, നമ്മൾ എക്സ്റ്റേണലി ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ സ്പ്രിങ് എന്ത് ചെയ്യും? എക്സ്പാൻഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മൾ എക്സ്റ്റേണലി ഫോഴ്സ് അപ്ലൈ ചെയ്തത് കാരണമാണ് ഇത് എക്സ്പാൻഡ് ചെയ്തത്. ഇനി നമ്മൾ ഈ അപ്ലൈ ചെയ്ത ഫോഴ്സ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ സ്പ്രിങ്ങിൻ്റെ ഉള്ളിൽ ഒരു റീസ്റ്റോറിങ് ഫോഴ്സ് ഡെവലപ്പ് ആവും. ഓക്കെ, പഴയ മെയിൻ പൊസിഷനിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഒരു റീസ്റ്റോറിങ് ഫോഴ്സ് ഡെവലപ്പ് ആവും. ഈ ഫോഴ്സിനെയാണ് സ്പ്രിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത്. സ്പ്രിങ്ങിൻ്റെ ഉള്ളിൽ ഡെവലപ്പ് ആവുന്ന ഫോഴ്സ്. അത് നമ്മൾ ഇങ്ങോട്ട് എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് മാത്രമല്ല സ്പ്രിംഗ് ഫോഴ്സ് ഡെവലപ്പ് ആവുന്നത്. നമ്മൾ ഈ സ്പ്രിങ് കംപ്രസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇങ്ങോട്ട് എക്സ്റ്റേണൽ ഫോഴ്സ് അപ്ലൈ ചെയ്തിട്ടാണല്ലോ ഇത് കംപ്രസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ സ്പ്രിങ്ങിൻ്റെ ഉള്ളിലുള്ള ഫോഴ്സ് എങ്ങോട്ടായിരിക്കും? നമ്മൾ ഈ അപ്ലൈ ചെയ്ത എക്സ്റ്റേണൽ ഫോഴ്സിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും സ്പ്രിംഗ് ഫോഴ്സ് ഡെവലപ്പ് ആവുന്നത്. ഷോർട്ടായിട്ട് ഇത്രയും മനസ്സിലാക്കുക. സ്പ്രിങ്ങിൻ്റെ ഉള്ളിൽ ഡെവലപ്പ് ആവുന്ന ഫോഴ്സാണ് സ്പ്രിംഗ് ഫോഴ്സ്. നെക്സ്റ്റ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള. ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ചാർജസിൻ്റെ ഇടയിലുള്ള ഫോഴ്സാണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്. നമ്മൾ പഠിച്ചിട്ടുണ്ട്, 2 പോസിറ്റീവ് ചാർജസ് ആണെങ്കിൽ റിപ്പൽ ചെയ്യും, 2 നെഗറ്റീവ് ചാർജസ് ആണെങ്കിലും റിപ്പൽ ചെയ്യും. സിമിലർ ചാർജസ് റിപ്പൽ ആൻഡ് ഡിസിമിലർ ചാർജസ് അട്രാക്ട്സ്. ഒരു പോസിറ്റീവ് ചാർജും ഒരു നെഗറ്റീവ് ചാർജും എടുത്താൽ ഇവ തമ്മിൽ എന്ത് ചെയ്യും? അട്രാക്റ്റ് ചെയ്യും. ചാർജസിൻ്റെ ഇടയിലുള്ള ഫോഴ്സാണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്. അത് അട്രാക്റ്റീവ് ഫോഴ്സ് ആവാം, റിപ്പൾസീവ് ഫോഴ്സ് ആവാം. ഗ്രാവിറ്റേഷൻ ഫോഴ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഇറ്റ് ഈസ് ഓൾവേസ് അട്രാക്റ്റീവ്. നെക്സ്റ്റ് നോൺ കൺസർവേറ്റീവ് ഫോഴ്സിൻ്റെ എക്സാമ്പിൾസ് ആണ് ഫ്രിക്ഷണൽ ഫോഴ്സ് ആൻഡ് വിസ്കസ് ഫോഴ്സ്. ഫ്രിക്ഷണൽ ഫോഴ്സ് നമ്മൾ ലോസ് ഓഫ് മോഷനിൽ പഠിച്ചിട്ടുണ്ട്. ഒരു ബ്ലോക്കിൽ നമ്മളൊരു ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ അപ്ലൈഡ് ഫോഴ്സിന് ഒപ്പോസ് ചെയ്യുന്ന ഫോഴ്സാണ് ഫ്രിക്ഷണൽ ഫോഴ്സ്. ഫ്രിക്ഷണൽ ഫോഴ്സ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഉണ്ട്, കൈനറ്റിക് ഫ്രിക്ഷൻ ഉണ്ട്. ബോഡി മൂവ് ചെയ്യാത്ത സമയത്തുള്ള ഫ്രിക്ഷണൽ ഫോഴ്സാണ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തുള്ള ഫ്രിക്ഷനാണ് കൈനറ്റിക് ഫ്രിക്ഷൻ. ഇതെല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് വിസ്കസ് ഫോഴ്സ്. വിസ്കസ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഫ്ലൂയിഡ്സ് ഫ്ലോ ചെയ്യുന്ന സമയത്ത് അത് ലേയേഴ്സ് ആയിട്ടാണ് ഫ്ലോ ചെയ്യുന്നത്. ഈ ലേയേഴ്സിൻ്റെ ഇടയിലുള്ള ഫോഴ്സാണ് വിസ്കസ് ഫോഴ്സ്. ഇനി നമുക്കിതിലെ ഫസ്റ്റ് പോയിന്റ് ഡിസ്കസ് ചെയ്യാം. വർക്ക് ഡൺ ബൈ കൺസർവേറ്റീവ് ഫോഴ്സ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് പാത്ത്. നമുക്കറിയാം, ഒരു വർക്ക് നടക്കണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഫോഴ്സ് വേണം. അപ്പോൾ ആ ഫോഴ്സ് കൺസർവേറ്റീവ് ഫോഴ്സ് ആണെങ്കിൽ പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യില്ല. അതേസമയത്ത് വർക്ക് ഡൺ ബൈ നോൺ കൺസർവേറ്റീവ് ഫോഴ്സ് ആണെങ്കിൽ, വർക്ക് ചെയ്തത് നോൺ കൺസർവേറ്റീവ് ഫോഴ്സ് ആണെങ്കിൽ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യും. മറ്റൊരു പോയിൻ്റാണ് വർക്ക് ഡൺ ഇൻ എ ക്ലോസ്ഡ് പാത്ത് ഈസ് 0. അതേസമയത്ത് ഇവിടെ നോൺ കൺസർവേറ്റീവ് ഫോഴ്സ് ക്ലോസ്ഡ് പാത്താണെങ്കിലും ഇവിടെ വർക്ക് ഡൺ എന്തായിരിക്കും? നോൺ 0 ആയിരിക്കും. വർക്കിനൊരു വാല്യൂ ഉണ്ടാവും. ഓക്കെ, ഈ പോയിൻറ്റ്സ് നമുക്ക് മറ്റൊരു എക്സാമ്പിളിലൂടെ മനസ്സിലാക്കാം. ഞാനിവിടെ പോയിൻ്റ് എയിലാണുള്ളത്, എനിക്ക് പോയിൻ്റ് ബിയിൽ പോകണം. അപ്പോൾ പോയിൻ്റ് എയിൽ നിന്ന് ബിയിൽ പോകാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വർക്ക് ചെയ്യണമല്ലോ. അപ്പോൾ ഞാൻ വർക്ക് ചെയ്തത് ഒന്ന് പോയിൻ്റ് എയിൽ നിന്ന് ബിയിൽ പോയത് പാത്ത് 1, ഇതാണ് എൻ്റെ പാത്ത്. രണ്ടാമത് ഞാനിതായി ഇങ്ങനെയാണ് പോയത്, പാത്ത് 2. എൻ്റെ തേർഡ് പാത്ത് ഇതാണ്. അപ്പോൾ ഇവിടെ നോക്കൂ, വർക്ക് ഡൺ ബൈ കൺസർവേറ്റീവ് ഫോഴ്സ്. കൺസർവേറ്റീവ് ഫോഴ്സ് കൊണ്ടാണ് ഞാൻ ഈ വർക്ക് ചെയ്തതെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് പാത്ത്. അതിൻ്റെ മീനിങ്, ഞാൻ ഒന്നാമത്തെ പാത്തിലൂടെ പോയ സമയത്ത് ചെയ്ത വർക്ക് എന്താണോ അതും രണ്ടാമത്തെ പാത്തിൽ ചെയ്ത വർക്കും തേർഡ് പാത്തിൽ ചെയ്ത വർക്കും ഇതെല്ലാം എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഓക്കെ, ഇതാണ് ഇതിൻ്റെ മീനിങ്. അതേ സമയത്ത്
ഞാൻ ചെയ്ത വർക്ക്, ഞാൻ ഈ ഒന്നാമത്തെ പാത്തിലൂടെ ചെയ്ത വർക്കും സെക്കൻഡ് പാത്തിലൂടെ ചെയ്ത വർക്കും തേർഡ് പാത്തിലൂടെ ചെയ്ത വർക്കും ഇതെല്ലാം നോൺ കൺസർവേറ്റീവ് ഫോഴ്സ് കൊണ്ടാണ് ഞാൻ വർക്ക് ചെയ്തതെന്നുണ്ടെങ്കിൽ ഈ പാത്തൊന്നും എന്തല്ല, സെയിം അല്ല, നോട്ട് ഈക്വൽ ടു. വർക്ക് 1 ഈസ് നോട്ട് ഈക്വൽ ടു വർക്ക് 2 വിച്ച് ഈസ് നോട്ട് ഈക്വൽ ടു വർക്ക് 3. ഇവിടെ നമുക്ക് ക്ലിയർ ആണ്, നോൺ കൺസർവേറ്റീവ് ഫോഴ്സ് കൊണ്ടാണ് വർക്ക് ചെയ്തതെന്നുണ്ടെങ്കിൽ ഇവിടെ പാത്ത് ലെങ്ത്ത് കൂടുതലായതുകൊണ്ട് ഇവിടെ വർക്ക് എന്തായിരിക്കും, കൂടുതലായിരിക്കും. വർക്ക് 3 ഈസ് ഗ്രേറ്റർ ദാൻ വർക്ക് 2 വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ വർക്ക് 1. ഓക്കെ, ഇനി നെക്സ്റ്റ് എക്സാമ്പിൾ, ഞാൻ പോയിൻ്റ് 1-ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ആ പോയിൻ്റിൽ തന്നെ എൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഇവിടെ ഒരു ക്ലോസ്ഡ് ലൂപ്പാണല്ലോ, ക്ലോസ്ഡ് ലൂപ്പിൽ ചെയ്ത വർക്ക് 0 ആയിരിക്കും. കൺസർവേറ്റീവ് ഫോഴ്സിൻ്റെ കേസിൽ 0 ആയിരിക്കും. അതേസമയത്ത് നോൺ കൺസർവേറ്റീവ് ഫോഴ്സാണ് ക്ലോസ്ഡ് ലൂപ്പിൽ വർക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അവിടെ ഒരു വാല്യൂ ഉണ്ടാവും. ഓക്കെ, ഒന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. പോയിൻ്റ് എയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് പോയിൻ്റ് എയിൽ തന്നെ തിരിച്ചെത്തി കഴിഞ്ഞാൽ ഇവിടെ കൺസർവേറ്റീവ് ഫോഴ്സാണ് വർക്ക് ചെയ്തതെന്നുണ്ടെങ്കിൽ വർക്ക് ഡൺ 0 ആയിരിക്കും. എയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് എയിൽ തന്നെ തിരിച്ചെത്തുന്ന സമയത്ത് നോൺ കൺസർവേറ്റീവ് ഫോഴ്സാണ് വർക്ക് ചെയ്തതെന്നുണ്ടെങ്കിൽ വർക്ക് ഡൺ വിച്ച് ഈസ് നോട്ട് ഈക്വൽ ടു 0. അടുത്ത ടോപ്പിക്കാണ് കൺസർവേഷൻ ഓഫ് മെക്കാനിക്കൽ എനർജി. ഫസ്റ്റ് എന്താണ് മെക്കാനിക്കൽ എനർജി നോക്കാം. മെക്കാനിക്കൽ എനർജി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സം ഓഫ് കൈനറ്റിക് എനർജി ആൻഡ് പൊട്ടൻഷ്യൽ എനർജി. പൊട്ടൻഷ്യൽ എനർജിയും കൈനറ്റിക് എനർജിയും ആഡ് ചെയ്യുന്നതിനാണ് മെക്കാനിക്കൽ എനർജി ഓർ ടോട്ടൽ എനർജി എന്ന് പറയുന്നത്. ഓക്കെ, മെക്കാനിക്കൽ എനർജിയും ടോട്ടൽ എനർജിയും സെയിം ആണ്. അപ്പോൾ കൺസർവേഷൻ ഓഫ് മെക്കാനിക്കൽ എനർജി എന്ന് പറഞ്ഞാൽ എന്താണ്, മെക്കാനിക്കൽ എനർജി കൺസേർവ്ഡ് ആണ്. ഏത് സമയത്തും മെക്കാനിക്കൽ എനർജി കോൺസ്റ്റൻ്റ് ആണെങ്കിൽ, വേരിയേഷൻ ഒന്നും വരുന്നില്ലെങ്കിൽ നമുക്ക് മെക്കാനിക്കൽ എനർജി കൺസേർവ്ഡ് ആണെന്ന് പറയാം. ടോട്ടൽ മെക്കാനിക്കൽ എനർജി ഓഫ് എ സിസ്റ്റം ഈസ് കൺസേർവ്ഡ് if the forces doing work on it are conservative. എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ കൺസർവേറ്റീവ് ഫോഴ്സ് പഠിച്ചതാണ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, സ്പ്രിംഗ് ഫോഴ്സ്, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്, ഇതാണ് കൺസർവേറ്റീവ് ഫോഴ്സ്. ഈ കൺസർവേറ്റീവ് ഫോഴ്സസ് ആണ് ഒരു ബോഡിയിൽ വർക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അവിടെ മെക്കാനിക്കൽ എനർജി കൺസേർവ്ഡ് ആയിരിക്കും. അതേസമയത്ത് നോൺ കൺസർവേറ്റീവ് ഫോഴ്സ് ആ ബോഡിയിൽ ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ മെക്കാനിക്കൽ എനർജി എന്താവില്ല, കൺസേർവ്ഡ് ആവില്ല, മെക്കാനിക്കൽ എനർജിയിൽ ചേഞ്ച് ഉണ്ടാവും. അടുത്തത് ഈ ചാപ്റ്ററിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡെറിവേഷനിലേക്കാണ് നമ്മൾ പോകുന്നത്. 4 മാർക്സിനൊക്കെ ഈ ഡെറിവേഷൻ ചോദിക്കാറുണ്ട്. കൺസർവേഷൻ ഓഫ് മെക്കാനിക്കൽ എനർജി ഫോർ എ ഫ്രീലി ഫാളിംഗ് ബോഡി. ഇവിടെ നമ്മൾ ഈ ഫിഗറാണ് ആദ്യം എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഇവിടെ ഒരു ബോഡി ഉണ്ട്. ആ ബോഡി എച്ച് ഹൈറ്റിലാണ് നിൽക്കുന്നത്. എച്ച് ഹൈറ്റിലാണ് ഈ ബോഡി ഉള്ളത്. ഈ ബോഡി ഇതാണ് ഗ്രൗണ്ടിൽ നിന്ന് എച്ച് ഹൈറ്റിൽ ഈ ബോഡി നിൽക്കുന്ന സമയത്ത് ഈ ബോഡി ഇങ്ങനെ ഫ്രീലി ഫോൾ ചെയ്യാണ്. ഫ്രീലി ഫോൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യം പോയിൻ്റ് എ കൺസിഡർ ചെയ്തു. ഇനീഷ്യലി ആ ബോഡി എവിടെയായിരുന്നു, അതാണ് പോയിൻ്റ് എ. ഗ്രൗണ്ടിൽ ടച്ച് ചെയ്യുന്ന മൊമെൻറ്റിലുള്ള പോയിൻ്റാണ് പോയിൻ്റ് സി. പോയിൻ്റ് ബി എന്ന് പറഞ്ഞാൽ ഈ പാത്തിലുള്ള ഈ പോയിൻ്റ് എൻ്റെയും സിൻ്റെയും ഇടയിലുള്ള ഏത് പോയിൻ്റ് വേണമെങ്കിലും പോയിൻ്റ് ബി ആവാം. പോയിൻ്റ് ബി എന്ന് പറഞ്ഞാൽ പോയിൻ്റ് എൻ്റെയും സിൻ്റെയും സെൻറ്റർ തന്നെ ആവണമെന്നില്ല, വേണമെങ്കിൽ സെൻറ്റർ ആവാം. നമ്മളിവിടെ സെൻറ്റർ ആയിരുന്നു എങ്കിൽ നമ്മളിവിടെ ഡിസ്റ്റൻസ് എടുക്കുന്നത് എന്തായിരിക്കും, ഇവിടെ ഫുൾ ഹൈറ്റ് എച്ച് അല്ലേ. സെൻറ്റർ ആയിരുന്നെങ്കിൽ നമ്മളിവിടെ ഡിസ്റ്റൻസ് h/2 എന്നാണ് എടുക്കുക. ഇവിടെ എക്സ് എന്നെടുക്കാൻ കാരണം ഡിസ്റ്റൻസ് എയിൽ നിന്ന് ബി വരെയുള്ള ഡിസ്റ്റൻസ് ഏത് വേണമെങ്കിലും ആവാം. വേണമെങ്കിൽ ബി തൊട്ടടുത്താവാം എൻ്റെ, വേണമെങ്കിൽ സിൻ്റെ തൊട്ടടുത്താവാം ബി. ബി എന്ന പോയിൻ്റ് നമുക്ക് എവിടെ വേണമെങ്കിലും എടുക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ എയിൽ നിന്ന് ബിയിലേക്കുള്ള ഡിസ്റ്റൻസാണ് എക്സ്. അങ്ങനെയാണെങ്കിൽ ബിയിൽ നിന്ന് സി വരെയുള്ള ഡിസ്റ്റൻസ് എന്തായിരിക്കും, ടോട്ടൽ ഡിസ്റ്റൻസ് എച്ച് ആണ്. ഈ അപ്പർ പാർട്ട് എക്സ് ആണ്. അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ള ഡിസ്റ്റൻസ് h - x ആയിരിക്കും.
അപ്പോൾ നമ്മളിനി അടുത്തത് മെക്കാനിക്കൽ എനർജി കൺസേർവ്ഡ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ പോവാണ്. നമുക്കറിയാം മെക്കാനിക്കൽ എനർജി അല്ലെങ്കിൽ ടോട്ടൽ എനർജി കിട്ടുന്നത് എങ്ങനെയാണ്? ടോട്ടൽ എനർജി ഓർ മെക്കാനിക്കൽ എനർജി കിട്ടുന്നത് പൊട്ടൻഷ്യൽ എനർജിൻ്റെ കൂടെ കൈനറ്റിക് എനർജി ആഡ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് പൊട്ടൻഷ്യൽ എനർജി കൈനറ്റിക് എനർജി ആഡ് ചെയ്യണമെങ്കിൽ ആദ്യം പൊട്ടൻഷ്യൽ എനർജി എന്താണെന്ന് കണ്ടുപിടിക്കണം. പൊട്ടൻഷ്യൽ എനർജിൻ്റെ ഇക്വേഷൻ നമ്മൾ പാർട്ട് 2 ഡിസ്കസ് ചെയ്തായിരുന്നു. mgh. എന്താണ് എം? നമ്മൾ ഈ ഡ്രോപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ ഫ്രീലി ഫോൾ ചെയ്യുന്ന ബോഡീൻ്റെ മാസാണ് എം. ജി ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. എച്ച് എന്ന് കൊടുക്കാൻ കാരണം എന്താ? ഇവിടെ ഈ ബോഡി പോയിൻ്റ് എ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പോയിൻ്റ് എ ഡിസ്കസ് ചെയ്യുമ്പോൾ പോയിൻ്റ് എയിലേക്കുള്ള ഡിസ്റ്റൻസ് എന്താണ്? എച്ച് ആണ്. അതുകൊണ്ടാണ് ഇവിടെ mgh എന്ന് കൊടുക്കാനുള്ള റീസൺ. അടുത്ത് നമുക്ക് കൈനറ്റിക് എനർജി എന്താണെന്ന് നോക്കാം. കൈനറ്റിക് എനർജി ഇവിടെ 0 ആണ്. എന്തുകൊണ്ടാണ് കൈനറ്റിക് എനർജി 0 ആവുന്നത്? നമുക്കറിയാം ഒരു ബോഡി ഡ്രോപ്പ് ചെയ്യുന്ന സമയത്ത് ആ ഡ്രോപ്പ് ചെയ്യുന്ന മൊമെൻറ്റിൽ അതിൻ്റെ വെലോസിറ്റി അല്ലെങ്കിൽ സ്പീഡ് 0 ആയിരിക്കും. അത് കഴിഞ്ഞ് അത് താഴേക്ക് വരുന്തോറും അതിൻ്റെ സ്പീഡ് കൂടി വരുമെന്നൊക്കെ നമുക്കറിയാം. അപ്പോൾ ആ ഡ്രോപ്പ് ചെയ്യുന്ന മൊമെൻറ്റ്, അതായത് പോയിൻ്റ് എയിൽ വെലോസിറ്റി 0 ആയതുകൊണ്ടാണ് കൈനറ്റിക് എനർജി 0 ആയതുകൊണ്ട്. എന്തുകൊണ്ടാണ് വി അല്ലെങ്കിൽ വെലോസിറ്റി 0 ആവുന്ന സമയത്ത് കൈനറ്റിക് എനർജി 0 വരുന്നത്? നമുക്കറിയാം കൈനറ്റിക് എനർജിൻ്റെ ഇക്വേഷനാണ് ½ mv². അപ്പോൾ വി 0 ആയാൽ ടോട്ടൽ കൈനറ്റിക് എനർജി എന്തായിട്ട് മാറും? 0 ആയിട്ട് മാറും. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ പൊട്ടൻഷ്യൽ എനർജി കിട്ടി, കൈനറ്റിക് എനർജി കിട്ടി. ഇത് രണ്ടും ആഡ് ചെയ്യാൻ പോവാണ്. പൊട്ടൻഷ്യൽ എനർജി mgh, കൈനറ്റിക് എനർജി 0. രണ്ടും കൂടെ ആഡ് ചെയ്താൽ mgh എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് ഇപ്പോൾ കിട്ടിയത് പോയിൻ്റ് എയിലെ ടോട്ടൽ എനർജി അല്ലെങ്കിൽ മെക്കാനിക്കൽ എനർജി mgh എന്നാണ് കിട്ടിയത്. അടുത്തത് പോയിൻ്റ് ബിയിലെ ടോട്ടൽ എനർജി അല്ലെങ്കിൽ മെക്കാനിക്കൽ എനർജി കണ്ടുപിടിക്കും. അത് mgh ആണ് എങ്കിൽ നമുക്ക് പറയാം പോയിൻ്റ് എയിലെയും പോയിൻ്റ് ബിയിലെയും ടോട്ടൽ എനർജി കൺസേർവ്ഡ് ആണെന്ന് പറയാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ പോയിൻ്റ് സിയിലെ ടോട്ടൽ എനർജി ചെക്ക് ചെയ്യും. അവിടെയും mgh എന്നാണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം എല്ലാ പോയിൻറ്റിലും മെക്കാനിക്കൽ എനർജി കൺസേർവ്ഡ് ആണെന്ന് പറയാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ അടുത്തത് പോയിൻ്റ് ബി ചെക്ക് ചെയ്യാൻ പോവാണ്. പോയിൻ്റ് ബിയിലെ മെക്കാനിക്കൽ എനർജി കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം നമുക്ക് എന്ത് വേണം? പൊട്ടൻഷ്യൽ എനർജി വേണം. പൊട്ടൻഷ്യൽ എനർജിൻ്റെ ഇക്വേഷൻ എന്താണ്? mgh ആണ് ജനറൽ ഇക്വേഷൻ നമ്മൾ പഠിച്ചത്. അപ്പോൾ അതിൽ mg അത് അതേപോലെ ഇവിടെ എഴുതിയിട്ടുണ്ട്. h എന്ന് പറഞ്ഞാൽ പോയിൻ്റ് ബി ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. h എന്ന് പറഞ്ഞാൽ ഇപ്പോൾ h ഹൈറ്റ് ഉണ്ടോ? ഹൈറ്റ് h ആണോ? അല്ല. ഇപ്പോൾ നമ്മൾ എടുക്കുന്ന ഹൈറ്റ് h - x ആണ്. അതുകൊണ്ട് mg hന് പകരം h - x നിർത്തും. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ പൊട്ടൻഷ്യൽ എനർജി വളരെ സിമ്പിളായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് കൈനറ്റിക് എനർജിയും കൂടെ കിട്ടണം. എങ്കിലാണ് നമുക്ക് ടോട്ടൽ എനർജി പൊട്ടൻഷ്യൽ എനർജി പ്ലസ് കൈനറ്റിക് എനർജി ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കൈനറ്റിക് എനർജിയുടെ വാല്യൂ കൂടെ കിട്ടണം. അപ്പോൾ നമുക്കറിയാം കൈനറ്റിക് എനർജി ½ mv² ആണ് ഇക്വേഷൻ. ഹാഫ് അതൊരു കോൺസ്റ്റൻ്റ് ആണ്. എം മാസ് ഓഫ് ബോഡി. നമ്മളൊരു ബോഡി എയിൽ നിന്ന് ഡ്രോപ്പ് ചെയ്തിട്ട് ബിയിലെത്തുന്ന സമയത്ത് ആ ബോഡീൻ്റെ മാസിൽ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടാവുമോ? മാസിലൊരു ചേഞ്ചും ഉണ്ടാവില്ല. അതുകൊണ്ട് ഹാഫും എമ്മും ഇവിടെ സെയിം ആയിരിക്കും. അതേ സമയത്ത് വി സ്പീഡിൽ മാറ്റം ഉണ്ടാവും. സ്പീഡിൽ എങ്ങനെയാണ് മാറ്റം ഉണ്ടാകുന്നത്? നമ്മൾ ഇനീഷ്യൽ കേസിൽ അറ്റ് പോയിൻ്റ് എയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ബോഡി ഡ്രോപ്പ് ചെയ്യുന്ന മൊമെൻറ്റിൽ അതിൻ്റെ സ്പീഡ് വി അല്ലെങ്കിൽ യു ഇനീഷ്യൽ വെലോസിറ്റി എന്തായിരിക്കും? 0 ആയിരിക്കും. ഇനീഷ്യൽ വെലോസിറ്റി 0 ആണ്. ഓരോ ഇൻസ്റ്റൻറ്റ് കഴിയുമ്പോഴും അതിൻ്റെ സ്പീഡ് കൂടി പോയിൻ്റ് ബിയിലെത്തുമ്പോൾ ഏതോ ഒരു വെലോസിറ്റിയിൽ എത്തിയിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ പോയിൻ്റ് ബിയിലെത്തുന്ന സമയത്തുള്ള ഈ ഫൈനൽ വെലോസിറ്റിയാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. ഇനീഷ്യൽ വെലോസിറ്റി 0 ആണ്. പോയിൻ്റ് ബിയിലെത്തുന്ന സമയത്തുള്ള ഫൈനൽ വെലോസിറ്റിയാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ ഫൈനൽ വെലോസിറ്റി കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്തു? v² = u² + 2as. ഈ v² ആണ് നമുക്ക് വേണ്ടത്. ഇനീഷ്യൽ വെലോസിറ്റി 0 ആണ്. ഇവിടെ ആക്സലറേഷൻ എന്താണ്? g ആണ്. ഗ്രാവിറ്റി കാരണമാണല്ലോ ഇവിടെ ആക്സലറേഷൻ. അടുത്തത് ഡിസ്പ്ലേസ്മെൻറ്റ് എന്താണ്? x ആണ്. ഇവിടെ നോക്കൂ, എയിൽ നിന്ന് ബിയിലെത്തുന്ന സമയത്ത് കവർ ചെയ്ത ഡിസ്റ്റൻസ് എന്താണ്? അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് എന്താണ്? x ആണ്. ഇവിടെ കുറേ പേർക്ക് കൺഫ്യൂഷൻ ഉണ്ടാവാറുണ്ട്. നമ്മൾ പോയിൻ്റ് ബി കൺസിഡർ ചെയ്യുന്ന സമയത്ത്
പൊട്ടൻഷ്യൽ എനർജിയിലേക്കുള്ള ഡിസ്റ്റൻസ് നമ്മൾ h-x ആണ് എടുത്തത്. പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ ഗ്രൗണ്ടിൽ നിന്നുള്ള ഹൈറ്റാണ് എടുക്കേണ്ടത്. അതേ സമയത്ത് കൈനറ്റിക് എനർജി ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് കൈനറ്റിക് എനർജി പോയിൻ്റ് എയിൽ നിന്ന് മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്ത് പോയിൻ്റ് ബിയിലെത്തുന്ന സമയത്ത് കവർ ചെയ്ത ഡിസ്റ്റൻസ് എക്സ് ആണ്. ഈ രണ്ട് ഡിസ്റ്റൻസും പൊട്ടൻഷ്യൽ എനർജിയിൽ കവർ ചെയ്ത ഡിസ്റ്റൻസും കൈനറ്റിക് എനർജിയിൽ നമ്മൾ എടുക്കേണ്ട ഡിസ്റ്റൻസിലും മാറ്റമുണ്ട്. പൊട്ടൻഷ്യൽ എനർജിയിൽ നമ്മൾ ഗ്രൗണ്ടിൽ നിന്നുള്ള ഹൈറ്റാണ് എടുക്കേണ്ടത്. കൈനറ്റിക് എനർജിയിൽ നമ്മൾ ടോപ്പിൽ നിന്നുള്ള ഹൈറ്റാണ് എടുക്കേണ്ടത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ u 0 ആണ്. അപ്പോൾ ഈ ടേം മുഴുവൻ 0 ആയിപ്പോയി. ബാക്കി ഇവിടെ 2as 2 അതേപോലെ എഴുതി. a എന്ന് പറഞ്ഞാൽ g ആണ്, s എന്ന് പറഞ്ഞാൽ x ആണ്. അങ്ങനെ നമുക്ക് v² = 2gx എന്ന് കിട്ടി. v² = 2gx. ഇനി നമുക്ക് v കണ്ടുപിടിക്കേണ്ട ആവശ്യമുണ്ടോ? v = √2gx. ഇത് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. കാരണം നമുക്കിവിടെ കൈനറ്റിക് എനർജിയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുള്ളത് v അല്ല, v² ആണ്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ഈ v² 2gx എന്ന് തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഹാഫും 2ഉം കട്ടായി പോയാൽ mgx. ഇതാണ് കൈനറ്റിക് എനർജിൻ്റെ എക്സ്പ്രഷനായിട്ട് വരുന്നത്. ഇപ്പോൾ നമുക്കിവിടെ പൊട്ടൻഷ്യൽ എനർജി mgh-x എന്ന് കിട്ടി, കൈനറ്റിക് എനർജി mgx എന്നും കിട്ടി. അടുത്തത് നമ്മൾ ടോട്ടൽ എനർജി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പൊട്ടൻഷ്യൽ എനർജി പ്ലസ് കൈനറ്റിക് എനർജി. എന്താണ് പൊട്ടൻഷ്യൽ എനർജി? mgh-x പ്ലസ് കൈനറ്റിക് എനർജി എന്താണ്? കൈനറ്റിക് എനർജി mgx ആണ്. mgxും കൂടെ നമ്മൾ എന്ത് ചെയ്തു? ആഡ് ചെയ്തു. ഇത് ആഡ് ചെയ്യാൻ ചിലർക്ക് ബുദ്ധിമുട്ടുണ്ടാവും. ഇത് വളരെ സിമ്പിളാണ്. ഈ സ്റ്റെപ്പ് ആക്ച്വലി എന്താണ്? mg/h മൈനസ് mg/x mgx. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ടേം ആക്ച്വലി. ഇനി ഇതിൻ്റെ കൂടെയാണ് പ്ലസ് mgx ആഡ് ചെയ്യുന്നത്. അപ്പോൾ പ്ലസ് mgx ആഡ് ചെയ്യുന്ന സമയത്ത് മൈനസ് mgx പ്ലസ് mgx രണ്ടും കൂടെ ക്യാൻസലായി പോവും. ബാക്കി mgh മാത്രം ഉണ്ടാവും. ഓക്കെ. അപ്പോൾ ഇത് ആർക്കെങ്കിലും ഈ സ്റ്റെപ്പ് ആഡ് ചെയ്യുന്നതിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ഇതൊന്ന് എക്സ്പാൻഡ് ചെയ്യുക. mg/h mgh mg/x mgx. അങ്ങനെ ഇവിടെ എന്ത് വരും? mgh. ഇവിടെ ഒരു മൈനസ് ഉണ്ട്, അതുകൊണ്ട് മൈനസ് mgx എന്ന് വരും. ഇനി ഇതിൻ്റെ കൂടെ കൈനറ്റിക് എനർജി പ്ലസ് mgxും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ മൈനസ് mgx പ്ലസ് mgx, ബാക്കി mgh മാത്രമായിട്ട് വരും. അടുത്തത് നമ്മൾ പോയിൻ്റ് സിയിലെ ടോട്ടൽ എനർജി കണ്ടുപിടിക്കാൻ പോവാണ്. പോയിൻ്റ് സിയിലെ ടോട്ടൽ എനർജി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ടോട്ടൽ എനർജിക്ക് ആദ്യം പൊട്ടൻഷ്യൽ എനർജി വേണം. പൊട്ടൻഷ്യൽ എനർജിൻ്റെ ഇക്വേഷൻ mgh ആണ്. ഇവിടെ പോയിൻ്റ് സിയിലെത്തുന്ന സമയത്ത് ഹൈറ്റ് എന്താ? ഗ്രൗണ്ടിൽ നിന്നുള്ള ഹൈറ്റാണ് പൊട്ടൻഷ്യൽ എനർജി കണ്ടുപിടിക്കാൻ എടുക്കേണ്ടത്. ഗ്രൗണ്ടിൽ നിന്ന് ഹൈറ്റ് ഇല്ലാത്തതുകൊണ്ട് mg/0 പൊട്ടൻഷ്യൽ എനർജി 0 എന്ന് കിട്ടി. ഇനി അടുത്തത് നമുക്ക് ടോട്ടൽ എനർജിക്ക് വേണ്ടത് കൈനറ്റിക് എനർജിയാണ്. കൈനറ്റിക് എനർജിൻ്റെ ഇക്വേഷൻ ഹാഫ് mv² ആണ് വേണ്ടത്. അപ്പോൾ നമുക്കിവിടെ v, ഈ ബോഡി പോയിൻ്റ് എയിൽ നിന്ന് ഡ്രോപ്പ് ചെയ്ത് താഴേക്ക് വരുന്തോറും അതിൻ്റെ സ്പീഡ് കൂടി പോയിൻ്റ് സിയിലെത്തുന്ന സമയത്ത് അതിൻ്റെ സ്പീഡ് മാക്സിമം ആയിട്ടുണ്ടാവും. അപ്പോൾ ആ ടച്ച് ചെയ്യുന്ന മൊമെൻറ്റിൽ അതിൻ്റെ സ്പീഡ് എന്താണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ v² = u² + 2as ഈ ഇക്വേഷൻ ഉപയോഗിക്കുകയാണ്. ഇത് ഉപയോഗിക്കുന്ന സമയത്ത് ഈ പോയിൻ്റ് എയിൽ നിന്ന് ഡ്രോപ്പ് ചെയ്യുന്ന സമയത്ത് ഇനീഷ്യൽ വെലോസിറ്റി 0 ആണ്. നേരത്തെ ചെയ്തതുപോലെ തന്നെ 0² + 2 അതുപോലെ തന്നെ എഴുതി. ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ ഡ്യൂ ടു ഗ്രാവിറ്റിയാണ്, g എന്നെഴുതി. എസ് ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ പോയിൻ്റ് സി ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പോയിൻ്റ് എയിൽ നിന്ന് ആ ബോഡി കവർ ചെയ്തിട്ട് പോയിൻ്റ് സിയിലെത്തണം എന്നുണ്ടെങ്കിൽ ഈ ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് എന്താണ്? അത് h-ന് ഈക്വലാണ്. അപ്പോൾ 2gh എന്ന് കിട്ടും. അങ്ങനെ നമുക്ക് v² = 0 + 2gh = 2gh എന്ന് കിട്ടി. ഓക്കെ. അപ്പോൾ ഇനി നോക്കൂ, നമുക്കിവിടെ കൈനറ്റിക് എനർജിൻ്റെ ഇക്വേഷൻ ഹാഫ് mv² ആണ്.
വി സ്ക്വയർ ആണ് ഇപ്പോൾ നമുക്ക് കിട്ടിയത് 2gh. അപ്പോൾ ഇവിടെ ഇൻറ്റു 2gh എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഹാഫും 2ഉം കട്ടായി. ബാക്കി ഇവിടെ എന്താണുള്ളത്? mgh എന്നാണുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് കൈനറ്റിക് എനർജി mgh എന്ന് കിട്ടി. ഓക്കെ, ഇനി നമുക്ക് ടോട്ടൽ എനർജി കണ്ടുപിടിക്കണം. ടോട്ടൽ എനർജി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പൊട്ടൻഷ്യൽ എനർജിയും കൈനറ്റിക് എനർജിയും ആഡ് ചെയ്യണം. അറ്റ് പോയിന്റ് സി നമ്മളൊന്നും കൂടെ ഡിസ്കസ് ചെയ്യാണ്. നമുക്ക് ടോട്ടൽ എനർജി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പൊട്ടൻഷ്യൽ എനർജി പ്ലസ് കൈനറ്റിക് എനർജി കണ്ടുപിടിക്കണം. പൊട്ടൻഷ്യൽ എനർജി നമുക്ക് 0 എന്ന് കിട്ടി. എന്തുകൊണ്ടാണ്? ഹൈറ്റ് 0 ആയതുകൊണ്ടാണ് പൊട്ടൻഷ്യൽ എനർജി 0 ആയത്. കൈനറ്റിക് എനർജി കണ്ടുപിടിക്കാൻ ഹാഫ് mv² ആണ്. അതിൽ v² നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു 2gh എന്നാണ് കിട്ടിയത്. ആ 2gh സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഹാഫ് m ഇൻറ്റു 2gh, ഹാഫും 2ഉം കട്ടായി, ബാക്കി mgh എന്ന് കിട്ടി. അപ്പോൾ ഇവിടെ പൊട്ടൻഷ്യൽ എനർജി 0, ഇവിടെ 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. കൈനറ്റിക് എനർജി mgh എന്ന് കിട്ടി. അപ്പോൾ 0 പ്ലസ് mgh ഈക്വൽ ടു mgh. അപ്പോൾ നമുക്കിവിടെ പോയിൻ്റ് എ ആണെങ്കിലും പോയിൻ്റ് ബി ആണെങ്കിലും പോയിൻ്റ് സി ആണെങ്കിലും ടോട്ടൽ എനർജി mgh എന്നാണ് കിട്ടിയത്. അതുകൊണ്ട് നമുക്ക് ലാസ്റ്റ് ലൈനിൽ ഹെൻസ് വി ക്യാൻ സേ ദാറ്റ് മെക്കാനിക്കൽ എനർജി ഈസ് കൺസേർവ്ഡ്. ഓക്കെ, അപ്പോൾ ഇതാണ് 4 മാർക്സിന് ചോദിക്കാറുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെ സിമ്പിളായിട്ടുള്ള ഡെറിവേഷനാണ്. അടുത്തായിട്ട് നമ്മൾ കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജി, വേരിയേഷൻ ഫ്രം ഗ്രൗണ്ട്, അത് ഗ്രാഫിക്കലി നമ്മൾ പ്ലോട്ട് ചെയ്യാൻ പോവാണ്. ഈ ആക്സിസ് നോക്കൂ, ഇവിടെ ഈ വൈ ആക്സിസിൽ നമ്മൾ എനർജിയാണ് എടുത്തിട്ടുള്ളത്, എക്സ് ആക്സിസിൽ ഹൈറ്റ്. ഇവിടെ ഹൈറ്റ് 0 ആണ്, ഗ്രൗണ്ടിൽ നിന്നുള്ള ഹൈറ്റ് 0 ആണ്. ഹൈറ്റ് കൂടി കൂടി വരുന്ന സമയത്ത് എനർജി, പൊട്ടൻഷ്യൽ എനർജി കൈനറ്റിക് എനർജിയും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇവിടെ നോക്കൂ, നമ്മൾ പറഞ്ഞു ഇത് ഗ്രൗണ്ടാണ്. ഗ്രൗണ്ടിൽ നിൽക്കുന്ന സമയത്ത് നമുക്കറിയാം കൈനറ്റിക് എനർജി മാക്സിമം ആയിരിക്കും. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത സമയത്ത് നോക്കൂ, ഇവിടെ പോയിൻ്റ് സി അല്ലേ ഗ്രൗണ്ട്. പോയിൻ്റ് സിയിൽ നമുക്ക് കൈനറ്റിക് എനർജി mgh എന്നും പൊട്ടൻഷ്യൽ എനർജി 0 എന്നുമാണ് കിട്ടിയത്. അപ്പോൾ ഇവിടെ നോക്കൂ, ഗ്രൗണ്ടിലാവുന്ന സമയത്ത് കൈനറ്റിക് എനർജി എന്താണ്? മാക്സിമമാണ്. അതേ സമയത്ത് പൊട്ടൻഷ്യൽ എനർജിൻ്റെ ഗ്രാഫ് ഇതാണ്. പൊട്ടൻഷ്യൽ എനർജി 0 ആണ്, കൈനറ്റിക് എനർജി മാക്സിമം ആണ് ഗ്രൗണ്ടിൽ. ഗ്രൗണ്ടിൽ നിന്ന് ഹൈറ്റ് കൂടുമ്പോൾ കൈനറ്റിക് എനർജി ഡിക്രീസ് ചെയ്യും. ഗ്രൗണ്ടിൽ നിന്ന് ഹൈറ്റ് കൂടുമ്പോൾ പൊട്ടൻഷ്യൽ എനർജി ഇൻക്രീസ് ചെയ്യും. നമ്മൾ പോയിൻ്റ് എയിൽ ഡിസ്കസ് ചെയ്താണ്. പോയിൻ്റ് എയിൽ നിങ്ങളൊന്നും കൂടെ ഡെറിവേഷൻ റിവൈസ് ചെയ്താൽ മതി. പോയിൻ്റ് എയിൽ പൊട്ടൻഷ്യൽ എനർജി മാക്സിമം ആയിരുന്നു, mgh ആയിരുന്നു. അതുകൊണ്ടാണ് നോക്കൂ, h ഹൈറ്റ് ആവുന്ന സമയത്ത് പൊട്ടൻഷ്യൽ എനർജി മാക്സിമം ആയിട്ടുണ്ട്. ഓക്കെ, അതേ സമയത്ത് കൈനറ്റിക് എനർജി എന്തായിരുന്നു? h ഹൈറ്റിൽ കൈനറ്റിക് എനർജി 0 ആയിരുന്നു. നമുക്ക് പോയിൻ്റ് എയിൽ കൈനറ്റിക് എനർജി 0 എന്നാണ് കിട്ടിയത്. സ്പീഡ് 0 ആയതുകൊണ്ട് എന്നൊക്കെ നമ്മൾ പറഞ്ഞതാണ്. ഇതാണ് ഗ്രാഫിക്കൽ വേരിയേഷൻ ഓഫ് കൈനറ്റിക് എനർജി ആൻഡ് പൊട്ടൻഷ്യൽ എനർജി. എന്താണ് ഈ സ്ട്രെയിറ്റ് ലൈൻ? സ്ട്രെയിറ്റ് ലൈൻ നമുക്ക് ആ പാത്തിൽ ഏത് പോയിൻ്റ് എടുത്താലും ടോട്ടൽ എനർജി mgh എന്നല്ല കിട്ടിയത്. അപ്പോൾ ഇവിടെ നോക്കൂ, ഈ ഗ്രാഫിൽ ഈ ലൈൻ റെപ്രസെൻ്റ് ചെയ്യുന്നത് ടോട്ടൽ എനർജിയാണ്, ഈ ലൈൻ റെപ്രസെൻ്റ് ചെയ്യുന്നത് കൈനറ്റിക് എനർജിയാണ്. ഹൈറ്റ് കൂടുന്നതിനനുസരിച്ച് ഈ ലൈൻ റെപ്രസെൻ്റ് ചെയ്യുന്ന പൊട്ടൻഷ്യൽ എനർജിയാണ്. ഹൈറ്റ് കൂടുന്നതിനനുസരിച്ച് പൊട്ടൻഷ്യൽ എനർജി കൂടിക്കൂടി വരും. ഈ ലൈൻ റെപ്രസെൻ്റ് ചെയ്യുന്നത് കൈനറ്റിക് എനർജിയാണ്. ഹൈറ്റ് കുറയുന്നതിനനുസരിച്ച് കൈനറ്റിക് എനർജി കുറഞ്ഞു വരും. അതല്ലെങ്കിൽ നമുക്ക് തിരിച്ചും പറയാം, ഹൈറ്റ് കുറയുന്നതിനനുസരിച്ച് കൈനറ്റിക് എനർജി കൂടി വരും. ഹൈറ്റ് കുറയുന്നതിനനുസരിച്ച് കൈനറ്റിക് എനർജി കൂടി ഗ്രൗണ്ടിലെത്തുന്ന സമയത്ത് കൈനറ്റിക് എനർജി മാക്സിമം ആയിരിക്കും.